നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ദുലീപ് ട്രോഫി ഇന്ത്യയിലെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് ദുലീപ് ട്രോഫി. ദുലീപ് ട്രോഫിക്കുള്ള സൗത്ത് സോൺ ടീമിൽ, ദക്ഷിണ മേഖലാ ടീമിൽ ഒരൊറ്റ മലയാളി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, മലയാളി എന്ന അർത്ഥത്തിലല്ല, ഒരു കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കുന്ന ഒരൊറ്റ കളിക്കാരനും അതിലില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം, അതായത് ദീർഘകാലമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയ സമയത്ത് ഒരു കൊല്ലം കുറച്ച് ഭേദമുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാലത്തും ദുലീപ് ട്രോഫിയിൽ ഈ കേരളം നേരിടുന്ന വലിയ അവഗണന, സഞ്ജു സാംസനെ പോലെ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ, ആ ക്ലാസ്സിലുള്ള ഒരു ക്രിക്കറ്റർ ഇവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തിലക് വർമ്മയാണ് ആ ടീമിൻ്റെ ക്യാപ്റ്റൻ. ആ തിലക് വർമ്മ നയിക്കുന്ന സൗത്ത് സോൺ ടീമിൽ സഞ്ജു സാംസൺ അടക്കമുള്ള കേരളത്തിൽ നിന്ന് ഒരു താരവുമില്ല. അതിന് മാത്രം ക്വാളിറ്റി ഉള്ള, അതിന് മാത്രം നിലവാരമുള്ള ഒരു താരവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക പ്രയാസമാണ്. കാരണം സഞ്ജു, സച്ചിൻ ബേബി, ഇങ്ങനെ എത്ര രോഹൻ കുന്നുമ്മൽ തൊട്ട് ഒട്ടേറെ മികച്ച രാജ്യത്തെ തന്നെ മികച്ച പ്രതിഭകൾ കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്. എന്നിട്ട് അവരിൽ ഒരാൾ പോലും സൗത്ത് സോൺ ടീമിൽ, ഇന്ത്യൻ ടീമിലല്ല, സൗത്ത് സോൺ ടീമിൽ, ഇന്ത്യക്കകത്തെ ഒരു മേഖലയിലെ ടീമിൽ, ദക്ഷിണ മേഖലയിലെ ടീമിൽ പോലും ഉൾപ്പെടാൻ അർഹരല്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഒരു അവഗണനയാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസണൊക്കെ പോലെ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഇവിടെ ഉള്ളപ്പോൾ, അതും അയാൾ നല്ല നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒന്നും ഉൾപ്പെടുത്താതെ സൗത്ത് സോൺ ടീമിനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിനോടുള്ള അവഗണന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ആ അവഗണന കാലങ്ങളായി തുടരുന്നുണ്ട്. അത് പലപ്പോഴും മറന്നേക്ക് പുറത്തു വന്നിട്ടുമുണ്ട്. ആ അവഗണന അവസാനിക്കാതെ, കേരളത്തിൽ നിന്നുള്ളവരിൽ ഉൾപ്പെടാതെ കേരള ടീമിൽ നിന്ന് മികച്ച ചാമ്പ്യൻ ക്രിക്കറ്റർമാരുണ്ട്. അതായത് സഞ്ജു സാംസനെ പോലുള്ളവർ, സച്ചിൻ ബേബിയൊക്കെ എത്ര കാലമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന എത്ര സീനിയർ താരമാണ്. അവരെയൊക്കെ ഒന്നും ഉൾപ്പെടുത്താതെ, അവരിൽ ആരെങ്കിലുമൊക്കെ ഉൾപ്പെടാതെ ഒരു ദക്ഷിണ മേഖലാ ടീമുണ്ടെങ്കിൽ അത് അപൂർണമാണ് എന്നത് സംശയമില്ല. അപ്പോൾ ദക്ഷിണ മേഖലാ ടീമിൽ പോലും ഉൾപ്പെടാൻ പാകത്തിൽ ഉള്ള ക്വാളിറ്റിയുള്ള കളിക്കാർ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കില്ല. സഞ്ജു സാംസനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതൊക്കെ അവിശ്വസനീയമായിട്ട് മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. ആ അവഗണന, അത് കാലങ്ങളായിട്ടുള്ള അവഗണന ഇന്ത്യൻ ക്രിക്കറ്റിലൊക്കെ ഇപ്പോഴും ഇത്തരം മോശം രീതികൾ പിന്തുടരപ്പെടുന്നു എന്നത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കേരളത്തിൽ നിന്നുള്ള രഞ്ജി ട്രോഫി കളിക്കുന്ന കളിക്കാർ തീർച്ചയായിട്ടും അത്തരം ടീമുകൾ ഉൾപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. അവർ തീർച്ചയായും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോക്ക് ഉണ്ടാകാവൂ. കേരളത്തിൽ നിന്ന് താരങ്ങളില്ലാതെ എങ്ങനെയാണ് ദക്ഷിണ മേഖലയിൽ നിന്നൊരു ടീം ഉണ്ടാവുക? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മാത്രമായിട്ട് എങ്ങനെയാണ്? അതൊക്കെ വളരെ തമാശയായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ സഞ്ജു സാംസനെ പോലെ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയുള്ളൂ. അപ്പോൾ സഞ്ജു സാംസൺ ഒന്നും ഇല്ലാതെയാണ് സൗത്ത് സോണൊക്കെ ഉണ്ടാകുന്നത്, സൗത്ത് സോൺ ടീമൊക്കെ ഉണ്ടാകുന്നത്. ദുലീപ് ട്രോഫിക്ക്, പ്രത്യേകിച്ചും ദുലീപ് ട്രോഫി ഇന്ത്യക്കകത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇത്രയധികം റെസ്പെക്റ്റഡ്, ഇത്രയധികം ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു ടൂർണമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങളില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. അത് അവഗണനയാണ് എന്നതിൽ തർക്കമേയില്ല. ആ അവഗണന തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് മേഖലാ ക്രിക്കറ്റിൽ, മേഖലകളിൽ നിന്നാണല്ലോ ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും കിട്ടുന്നത് കളിക്കാർക്ക്. ആ അവസരങ്ങൾ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കപ്പെടുന്നത് ഒട്ടും ഭൂഷണമല്ല. അത് ഉണ്ടാകാതിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്.